പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റ് അറബിക്കടലിന്റെ റാണി. മോദി ഭാരത് മാതാ കി വിളികളോടെ റോഡിനിരുവശവും വൻ ജനാവലി അണിനിരന്നു. വർണ്ണാഭമായ കാവടികളും ചെണ്ടമേളവും സ്വീകരണത്തിന്റെ മാറ്റുകൂട്ടി. മയൂരാകൃതിയിലുള്ള ആറന്മുള കണ്ണാടി നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ആദരിച്ചു. ഏകദേശം 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ പോളിപ്രൊപ്പലിൻ യൂണിറ്റിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഈ യൂണിറ്റ് പ്രതിവർഷം ഏകദേശം 4 ലക്ഷം ടൺ പോളിപ്രൊപ്പലിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. पॉलीप्रोपाइलिन यूनिट के शिलान्यास के पीछे भी यही लक्ष्य है. इस यूनिट से हर साल अराउंड 4 लाख टन पॉलीप्रोपाइलिन का प्रोडक्शन होगा. ഭാവിയിൽ പാക്കേജിംഗ്, തുണിത്തരങ്ങൾ, ഓട്ടോമൊബൈലുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വ്യവസായങ്ങളെ ഈ പ്ലാന്റ് പിന്തുണയ്ക്കും. വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്കും അദ്ദേഹം തറക്കല്ലിട്ടു. കേരളത്തിലെ ധാരാളം ജലാശയങ്ങളുടെ സാന്നിധ്യം ഫ്ലോട്ടിംഗ് സൗരോർജ്ജ മേഖലയിൽ സംസ്ഥാനത്തിന് മികച്ച സാധ്യത നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. आज वेस्ट कल्लाड़ा उसमें 50 मेगावाट के फ्लोटिंग सोलर प्रोजेक्ट का फाउंडेशन स्टोन रखा गया है. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽപാത വൈദ്യുതവൽക്കരണ പദ്ധതി, അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്കു കീഴിൽ പുനർവികസിപ്പിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി എന്നീ 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള റെയിൽവേ ബന്ധം കരുത്തുറ്റതാക്കുന്ന പുതിയ പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തിന്റെ 6-വരിപ്പാത, വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ 6-വരിപ്പാത എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതികളെല്ലാം കേരളത്തിലെ കർഷകർക്ക് പ്രയോജനകരമാണെന്നും ടൂറിസത്തിനും മറ്റു വ്യവസായങ്ങൾക്കും ഉത്തേജനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഈ പദ്ധതികൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. इन सारे प्रोजेक्ट से केरलम के किसानों को लाभ होगा, या टूरिज्म और दूसरी इंडस्ट्री को बल मिलेगा. ये जितने भी प्रोजेक्ट हैं इनसे केरलम के हजारों नौजवानों को नए रोजगार मिलने वाले हैं. വികസിത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഹൈബി ഈഡൻ MP, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു.